നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് തുമ്മല്, മൂക്കടപ്പ്, ജലദോഷം, മൂക്കൊലിപ്പ്, എന്തെങ്കിലും പൊടി അടിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് തുമ്മുന്നു, കണ്ണും മൂക്കും ചെവിയും തൊണ്ടയൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത് പിന്നീട് കൂടി സൈനുസൈറ്റിസ് ആയിട്ടോ തലവേദനയായിട്ടോ വീസിംഗ് ആയിട്ടോ ആസ്മയൊക്കെ ആയിട്ട് മാറുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ വളരെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടെ ആന്റിഹിസ്റ്റമിൻസ് ഉപയോഗിക്കുന്നു, സ്റ്റിറോയിഡ് നേസൽ സ്പ്രേകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വളരെ കാലമായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ചില സംഗതികൾ, അതായത് ഒരു ആയുർവേദ കാഴ്ചപ്പാട്, ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇത്തരം രോഗാവസ്ഥകൾ നിയന്ത്രിക്കുന്നതിന്, തടയുന്നതിന്, ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നതിന് പോലും സഹായകരമായേക്കാവുന്ന ചില ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ്സ്, നിങ്ങളുടെ ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും വരുത്തേണ്ട ചില മാറ്റങ്ങൾ, നിങ്ങൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിച്ചു പോരേണ്ടതായ ചില ചിട്ടകൾ, അതുപോലെ ചില ഹോം റെമഡീസ്. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ഇത് കാര്യമായ മാറ്റം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആയുർവേദ ഔഷധ സേവ കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. പല കണ്ടീഷൻസിലും ഇത് പൂർണ്ണമായിട്ട് മാറ്റിക്കളയാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊടി തട്ടിക്കഴിഞ്ഞാൽ പൊടിയോ പുകയോ ഏൽക്കുക, അതല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാകാം. ഇനി അതല്ലെങ്കിൽ നേസൽ പോളിപ്പ്, സെപ്റ്റൽ ഡീവിയേഷൻ, മൂക്കിൽ ദശ വളരുക, മൂക്കിന്റെ പാലത്തിന് ചെരിവ് വരിക, ഇത്തരം പല പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള അലർജീസ്, ഈ രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇത് വന്നുകൂടിയിട്ടുണ്ടാവുക. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ, പതിപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ, ഈ സൈനുസൈറ്റിസും മൂക്കടപ്പും തുമ്മലും ജലദോഷവും മൂക്കലിപ്പൊക്കെ ഉണ്ടാകുന്നത് കഫദോഷം വർദ്ധിച്ചാണ്. പ്രധാനമായിട്ടും ഇത് കഫദോഷത്തിന്റെ സ്ഥാനമാണ് ശിരസ്. കഫദോഷം വർദ്ധിച്ചാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അനുബന്ധമായിട്ട് പലപ്പോഴും വാതദോഷവും പിത്തദോഷത്തിന്റെയോ അനുബന്ധവും കാണാറുണ്ട്. ഇത് ലക്ഷണങ്ങളിലൂടെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഈ കഫദോഷം അമിതമായിട്ട് വർദ്ധിക്കുമ്പോൾ അവിടെ മ്യൂക്കസ് ഉണ്ടാകുന്നു, ഹെവിനെസ് ഉണ്ടാകുന്നു, ബ്ലോക്കേജ് ഉണ്ടാകുന്നു, വീസിംഗും സ്നീസിംഗും കഫക്കെട്ടും ചുമയും ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അതുപോലെ ചെസ്റ്റ് കഞ്ചഷൻ, ഇതെല്ലാം തന്നെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന മറ്റു രോഗാവസ്ഥകളാണ്. കഫദോഷം വർദ്ധിക്കുന്നതിനിടയാക്കുന്നത് നിങ്ങളുടെ തെറ്റായ ഭക്ഷണ രീതി, അതായത് നിങ്ങൾ ജന്മനാ തന്നെ കഫദോഷ പ്രകൃതിക്കാരായിട്ട് ജനിച്ചവരായിരിക്കാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ കഫദോഷം വർദ്ധിപ്പിക്കുന്ന കാലാവസ്ഥയിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ കഫദോഷം വർദ്ധിക്കുന്നതായ ആഹാര സാധനങ്ങൾ, ഭക്ഷണ രീതികളും ജീവിത രീതികളും ശീലിക്കുകയും കൂടെ ചെയ്താൽ ഇത്തരം രോഗാവസ്ഥ തീർച്ചയായിട്ടും പിടിപെടും. ആ രോഗാവസ്ഥ വിട്ടുമാറാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഫദോഷത്തെ വർദ്ധിപ്പിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കിയിരിക്കാം. അതായത് തണുപ്പ് തട്ടുക, ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ കഴിക്കുക, അമിതമായിട്ടുള്ള മധുരപലഹാരങ്ങൾ കഴിക്കുക, പകൽ സമയത്ത് ഉറങ്ങുക, ഒരുപാട് ഐസ്ക്രീമും ചോക്ലേറ്റ്സും കൂൾ ഡ്രിങ്ക്സും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആഹാര സാധനങ്ങൾ, ശീതളപാനീയങ്ങൾ, മധുരപാനീയങ്ങൾ, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുക, പകൽ സമയത്ത് കിടന്നുറങ്ങുക, ഇതെല്ലാം തന്നെ കഫദോഷം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. കഫദോഷം വർദ്ധിച്ചാൽ ഇത്തരം രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഫദോഷം വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അഗ്നിമാന്ദ്യം ഉണ്ടാകുന്നുണ്ട്, ദഹനശക്തി കുറയുന്നുണ്ട്, ജഠരാഗ്നിക്ക് മാന്ദ്യം സംഭവിക്കുന്നുണ്ട്, അതുവഴി ദഹന തകരാറുകൾ. തുടർന്ന് നിങ്ങൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് അന്നരസമായിട്ടും രസധാതുവായിട്ടും രക്തധാതുവായിട്ടുള്ള ധാതു പരിണാമം, രസധാതു മുതൽ ശുക്രധാതു വരെയുള്ള 7 ധാതുക്കളുടെ ക്രമമായിട്ടുള്ള പരിണാമവും കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ആമാവസ്ഥ വർദ്ധിക്കുമ്പോൾ നാച്ചുറലായിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ശരീരത്തിലെ ടോക്സിസിറ്റി വർദ്ധിക്കുന്നു, വിഷാംശം, ആമം വർദ്ധിച്ച് ഇൻഫെക്ഷൻ ആവുക എന്ന് പറയുമ്പോൾ, ആ ടോക്സിസിറ്റി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷാംശം ഉണ്ടാകുന്നുണ്ട്. അത് ശരീരത്തിലേക്ക് പടർന്നു പിടിച്ച് പലതരത്തിലുള്ള രക്തദൂഷ്യമായിട്ട് ബാധിക്കാറുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിന്റെ ഓജസ് ക്ഷയിച്ചു വരുന്നു. ഇനി പുറമേ നിന്നുള്ള കാരണങ്ങളായിട്ട് പൊടിയും അന്തരീക്ഷ മലിനീകരണവും പുകയും അതുപോലെ ഹേ ഫീവർ പോലെ പോളൻ അലർജി, ഇത്തരം സംഗതികളും ഇതിന് കാരണമായേക്കാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ദോഷം കൊണ്ട് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുമ്പോൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കാതെ വരുന്നു. ഇതിനെയാണ് നിങ്ങൾ അലർജി എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് ഇത്തരം രോഗികൾ പ്രദർശിപ്പിക്കാറുള്ള ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മൂക്കടപ്പ് ഉണ്ടാവാം, മൂക്കൊലിപ്പ് ഉണ്ടാവാം, തുമ്മൽ ഉണ്ടാവാം, സ്മെല്ലറിയായിക വരാം, സൈനുസൈറ്റിസ് വരാം, തലവേദന വരാം, ചെസ്റ്റ് കഞ്ചഷൻ, ശ്വാസമുട്ടൽ അനുഭവപ്പെടാം. ഇതിനോടനുബന്ധിച്ച് കണ്ണ്, മൂക്ക്, ചെവി, തൊണ്ടയൊക്കെ ചൊറിച്ചിലും, കണ്ണ് ചൊറിഞ്ഞ് ചുവന്ന് അമിതമായിട്ട് കണ്ണീർ വാർച്ച ഉണ്ടാകാം. ഇതൊക്കെ തന്നെ ഇത്തരം രോഗാവസ്ഥകളുടെ ലക്ഷണങ്ങളാണ്. ഈ രീതിയിൽ ഈ സൈനുസൈറ്റിസും അലർജിയും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയുന്നതിനായിട്ട്, നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനായിട്ട് സഹായകരമായ ചില ആയുർവേദ ചികിത്സാ രീതികൾ ഇവിടെ ചുരുക്കി വിവരിക്കാം. ഏറ്റവും ആദ്യമായിട്ട് പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് നസ്യ ചികിത്സ തന്നെയാണ് ദോഷശുദ്ധിക്കായിട്ട് നിർദ്ദേശിക്കാനുള്ളത്. അതായത് കഫസ്ഥാനത്ത്, ശിരസിലെ കഫദോഷം വർദ്ധിച്ചുണ്ടാവുന്ന ഇത്തരം രോഗാവസ്ഥയിൽ പ്രധാനമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സാ രീതിയാണ് നസ്യം. നസ്യം 2 രീതിയിലുണ്ട്. മർശനസ്യമുണ്ട്, പ്രതിമർശ നസ്യമുണ്ട്. മർശനസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അളവിൽ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. പ്രതിമർശ നസ്യം നിങ്ങൾക്ക് നിത്യേന ശീലിക്കാവുന്നതാണ്. അത് കഫസ്ഥാനത്ത് കഫദോഷം വർദ്ധിച്ചുണ്ടായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഇല്ലാതാക്കുന്നതിന്, ആ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവുന്നതാണ്. ഇതിനായിട്ട് അണുതൈലോ ക്ഷീരവില നൂറ്റെന്നോ ഒക്കെ ഒരു ഡോക്ടറെ നിർദ്ദേശാനുസരണം നിശ്ചയിക്കാവുന്നതാണ്. ദിവസേന രാവിലെ പതിവായിട്ട് 2 തുള്ളി വീതം അനുയോജ്യമായിട്ടുള്ള തൈലയോഗം മൂക്കിലൂടെ വലിച്ചു കയറ്റി തുപ്പിക്കളയുന്നത് പ്രതിമർശ നസ്യം എന്ന് വിളിക്കാം. ഇത് നിത്യേന ശീലിക്കാവുന്നതാണ്.
കഫദോഷം വർദ്ധിച്ചുണ്ടാവുന്ന ഇത്തരം രോഗാവസ്ഥകളൊക്കെ നിയന്ത്രിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാണ്. ഒരു ജനറൽ ടോണിക് പോലെ ശിരസിനെ ശുദ്ധീകരിക്കുന്നതിന് പ്രയോജനപ്പെടുന്നതാണ്. ഇതിനായിട്ട് അണുതൈലോ ക്ഷീരബലോ നൂറ്റൊന്നും മാത്രമൊന്നുമല്ല, ഔഷധ സസ്യങ്ങളുടെ സ്വരസം, എണ്ണകള്, നെയ്കൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഔഷധങ്ങൾ, അങ്ങനെ പല രീതിയിൽ ചൂർണ സസ്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ആയുർവേദാചാര്യന്മാർ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇത് ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന രോഗാവസ്ഥയാണ്, കഫദോഷം വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റീം ഇൻഹലേഷൻ, ആവി കൊള്ളുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. ആവി കൊള്ളാനായിട്ട് തുളസിയില, ഒരു പിടി തുളസിയിലയും ഒരു കഷ്ണം ഉണക്ക മഞ്ഞള് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നു, അത് ആവി കൊള്ളുക. ഇത് രാവിലെയും വൈകിട്ടും ഒരു 5-10 മിനിറ്റ് സമയം ഇതിനായിട്ട് മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകളിൽ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇനി തുളസിയിലും മഞ്ഞൾ അല്ലെങ്കിൽ ഇഞ്ചിപ്പുൽ തൈലോ യൂക്കാലി തൈലോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് തയ്യാറാക്കുന്ന ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാന ചേരുവകളാണ് ത്രികടവും. ത്രികടം എന്ന് പറഞ്ഞാൽ ചുക്കും കുരുമുളകും തിപ്പലിയും, അതുപോലെ തുളസി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ, മഞ്ഞൾ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഔഷധമാണ് ചവനപ്രാശം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുമ്പോഴും ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അത്തരം അവസ്ഥയിൽ ചവനപ്രാശം തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക വഴി ഇത്തരം രോഗാവസ്ഥകളെ തടഞ്ഞു നിർത്തുന്നതിന് പതിവായിട്ട് നിത്യേന ചവനപ്രാശം ശീലിക്കുന്നത് പ്രയോജനപ്പെടുന്നതാണ്. പല ഡോക്ടേഴ്സും ഒരു ചികിത്സയുടെ ഭാഗമായിട്ടും ഇത്തരം രോഗാവസ്ഥകളിൽ ചവനപ്രാശം പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ശിരസിനെ ആശ്രയിച്ച് ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിന് മാത്രമല്ല, നമുക്ക് എന്ത് രീതിയിലുള്ള ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പിടി തുളസിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അരിച്ചെടുത്ത് വെച്ചിട്ട് നല്ല ചൂടോടെ പതിവായിട്ട് കുടിക്കുന്നതും, തുളസിയില ചതച്ചിട്ട് ആവി കൊള്ളുന്നതും പ്രയോജനപ്രദമാണ്. തുളസിയിലയുടെ കൂടെ ചുക്കും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഒരു കഷായം പോലെ തയ്യാറാക്കിയിട്ട് അതും പതിവായിട്ട് കുടിക്കുന്നത് ഇത്തരം രോഗലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഭക്ഷണ രീതികളും ജീവിത രീതികളും വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ പറയാം. അതായത് തണുപ്പ് തൊട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. തണുപ്പ് കാലാവസ്ഥ ഇതിന് അനുയോജ്യമല്ല. ഒപ്പം നിങ്ങൾ കഫപ്രകൃതിക്കാരും കൂടിയാണെങ്കിൽ ഇത്തരം രോഗാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ട എല്ലാ സംഗതികളും ശീലിക്കുക. ഇപ്പൊ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ആ ഹീറ്റിംഗ് സിസ്റ്റം, അതുപോലെ വുളനും മങ്കിക്കാപ്പും മഫ്ലറും, തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ട രീതിയിലുള്ള വസ്ത്രധാരണം ഉറപ്പാക്കണം. കുളിക്കാനും കുടിക്കാനും ഒക്കെ ചൂടുവെള്ളം വേണം. ഭക്ഷണമൊക്കെ ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണപ്പലഹാരങ്ങൾ, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, തണുത്ത സംഗതികൾ എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത ആഹാര സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ച് പഴകിയതും ദഹന തകരാറുകൾ ഉണ്ടാക്കുന്നതും കേടുവന്നതും പഴകിയതുമായിട്ടുള്ള ആഹാര സാധനങ്ങളും, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ആഹാര സാധനങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ അതില് ചുക്കും കുരുമുളകും ജീരകവും മല്ലിയും കറുവപ്പട്ടയും കരയാമ്പൂവും ഇത്തരം സ്പൈസസ് ഒക്കെ കൂടുതലായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടിക്കാനുള്ള വെള്ളം ചുക്കും കുരുമുളകും ജീരകവും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് എടുക്കാം. തുളസിയില ചതച്ചിട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് എടുക്കാം. ഇതൊക്കെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും കഫദോഷത്തെ ശമിപ്പിക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ജഠരാഗ്നിക്ക് ബലം ഉണ്ടാക്കുന്നതിനും, കെട്ടിക്കിടക്കുന്ന കഫത്തെ അലിയിച്ചു കളയുന്നു, കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയെ അലിയിച്ചു കളയുന്നു. അതുവഴി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, വിയർപ്പുണ്ടാക്കുന്നു, ശരീരത്തിന് ലൈറ്റ്നെസ് അനുഭവപ്പെടുന്നു. ആ ഹെവിനെസ്സും സൈനസൈറ്റിസും കൊണ്ടുണ്ടാകുന്ന വേദനയൊക്കെ കുറഞ്ഞു വരുന്നു. ആ മൂക്കടപ്പും മൂക്കൊലിപ്പും ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, കഴിച്ചതിന് ശേഷം, ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ തണുപ്പുളവാക്കുന്ന തരം ആഹാര സാധനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് തണ്ണിമത്തനും മുന്തിരിയും ചെറുപഴവും ഒക്കെ ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ തണുപ്പുണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പഴങ്ങളിൽ നിന്ന് മുന്തിരിയും ചെറുപഴവും തണ്ണിമത്തനും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പേരയ്ക്കോ ആപ്പിളോ പൊമഗ്രാനൈറ്റോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞു കുടിക്കാം, കിവി ഫ്രൂട്ട് കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, സാത്തുക്കുടി കഴിക്കാം. ഇതൊക്കെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും കഫദോഷത്തെ ശമിപ്പിക്കുന്നതിനും അതുവഴി ഇത്തരം രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനും സഹായകരമാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഇത്തരം പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുമെന്ന് ആധുനിക ശാസ്ത്രങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പകൽ സമയത്ത് ഉറങ്ങാതിരിക്കണം. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കഫദോഷം വർദ്ധിക്കാൻ ഇടയാക്കും. അതുപോലെ രാത്രി കാലങ്ങളിൽ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഫാനിന്റെ നേരെ താഴെ കിടക്കാതിരിക്കുക. AC-യുടെ ബ്ലോവറൊക്കെ ശിരസിലേക്ക് അടിക്കാത്ത രീതിയിൽ ഓഫീസിലായാലും കിടപ്പുമുറിയിലായാലും ശ്രദ്ധിക്കുക. മങ്കിക്കാപ്പോ മഫ്ലറോ ഒക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. തണുപ്പ് കൊള്ളുന്നത്, മഴച്ചാറിൽ കൊള്ളുന്നത്, മഞ്ഞ് കൊള്ളുന്നത്, തണുത്ത കാറ്റേറ്റ് യാത്ര ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പ്രാണായാമവും മെഡിറ്റേഷനും യോഗയും ഒക്കെ ശീലിക്കുന്നത്. അനുലോമ വിലോമ പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം ഇതൊക്കെ നിത്യേന ശീലിക്കുന്നത് ഇത്തരം രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു യോഗ മാസ്റ്ററെ സമീപിക്കാവുന്നതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇഞ്ചി നീരും തുളസിയില നീരും അതിലേക്ക് തുല്യം തേനും കൂടെ ചേർത്ത് ചാലിച്ച് പലവട്ടമായിട്ട് സേവിക്കുന്നത് ഈ മൂക്കടപ്പും തുമ്മലും ജലദോഷവും മൂക്കൊലിപ്പൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. അതുപോലെ അയമോദകം ഒരു 1/4 ടീസ്പൂൺ വീതം 2-3 നേരം ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അയമോദകം ഒരു ചെറിയ കിഴിയാക്കി കെട്ടിയിട്ട് അത് ചതച്ച് മൂക്കിൽ വലിക്കുന്നത് അടഞ്ഞ മൂക്ക് തുറക്കുന്നതിനൊക്കെ സഹായകരമാവുന്നതാണ്. അയമോദകം ഇട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ പതിവായിട്ട് ഗോൾഡ്
ഗോൾഡൻ മിൽക്ക്. അത് തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് ശുദ്ധമായ പശുമ്പാൽ വേണം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും 2-3 നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് തിളപ്പിച്ച് ചെറുതീകരിച്ച് വറ്റിച്ച് പാലളവാക്കി വറ്റിച്ചിട്ട് അരിച്ചെടുക്കുക. ഇത് ദിവസേന പതിവായിട്ട് രാവിലെ ഭക്ഷണത്തിന് ശേഷമോ രാത്രി കിടക്കാൻ നേരത്തോ പതിവായിട്ട് നിത്യേന ശീലിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിച്ചണിൽ കിട്ടുന്ന മറ്റൊരു സംഗതിയാണ് കുരുമുളക് പൊടി അല്പം തേനും കൂടെ ചേർത്ത് ചാലിച്ച് കൂടെ പലവട്ടമായിട്ട് കഴിക്കുന്നതും ഇത്തരം രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. അതായത് തൃകടുവിൽപ്പെട്ട ഒന്നാണല്ലോ കുരുമുളക്. കഫദോഷം കുറഞ്ഞു വരുന്നു, ആമാവസ്ഥ കുറഞ്ഞു വരുന്നു, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു, ദഹനശക്തി വർദ്ധിക്കുന്നു. അതുവഴി സ്രോതസ്സിനുണ്ടാവുന്ന അടവും തടവും ഒക്കെ തീർത്ത് ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമാകുന്നു. രോഗാവസ്ഥകൾ അതിതീവ്രമായതും വളരെ കാലം പഴകിയതൊക്കെയാണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നസ്യ ചികിത്സയോ വിരേചനോ ഒക്കെ നിർദ്ദേശിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ അനുയോജ്യമായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ കാര്യമായ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ നിർദ്ദേശങ്ങൾക്കും അറിവുകൾക്കായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കയറി കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.